അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? സുഖം തന്നെയല്ലേ? ശരിക്കും നമ്മൾ ഈ ചാനലിലൂടെ സ്വലാത്തുകളെക്കുറിച്ച്, സ്വലാത്തിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച്, സ്വലാത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച്, സ്വലാത്തിലൂടെ നേടിയ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ശരിക്കും നമുക്കതൊക്കെ ഇൻസ്പിറേഷൻ ആകാറുണ്ടല്ലേ? പറയുന്ന എനിക്ക് ഓരോ അറിവുകൾ കാണുമ്പോൾ, സ്വലാത്തുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ, വായിക്കുമ്പോൾ ശരിക്കും അതൊരു ഇൻസ്പിറേഷനാണ്. നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യുമ്പോൾ കേൾക്കുന്ന ഇങ്ങൾക്കും അതൊരു മോട്ടിവേഷനാണ്, ഇൻസ്പിറേഷനാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം എന്നതിലേക്കുള്ളൊരു ഇൻസ്പിറേഷൻ ഇല്ലേ? ശരിക്കും ഇനിയും സ്വലാത്ത് ചൊല്ലാത്തവരുടെ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കില്ലേ? അള്ളാഹു നമ്മളെ കാക്കട്ടെ. മരണം വരെ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനുള്ള മഹാഭാഗ്യം പടച്ച റബ്ബ് നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കാരണം എന്താ അറിയോ? അവർക്ക് പടച്ച റബ്ബ് കൊടുക്കുന്ന ശിക്ഷ, അല്ലെങ്കിൽ പടച്ച റബ്ബ് അവർക്ക് കൊടുക്കാതിരിക്കുന്ന ഒരു തൗഫീക്ക് പടച്ചോന് കാക്കട്ടെ. നമുക്ക് അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീക്ക് പടച്ച റബ്ബ് തരട്ടെ. കാരണം അള്ളാഹുവും അവൻ്റെ മലക്കളും ചെയ്യുന്ന അമലല്ലേ, ചില്ലറ അമലല്ല, അത് വല്ലാത്തൊരമല. അതും ആരുടെ പേരില്ല? ഈ ലോകങ്ങൾ തന്നെ പടക്കാൻ കാരണക്കാരനായിട്ടുള്ള അള്ളാഹിൻ്റെ ഏറ്റവും ഇഷ്ടദാസനായിട്ടുള്ള മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ശരിക്കും സ്വലാത്ത് ചൊല്ലാത്തവർക്ക് നഷ്ടം, വൻ നഷ്ടം, വലിയ നഷ്ടം. കാരണം അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരാളുടെ അടുക്കൽ എൻ്റെ നാമം പറയപ്പെട്ടിട്ട് എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാതിരുന്നാൽ അവൻ എന്നോട് നീരസം കാണിക്കലും അത് എന്നോടുള്ള പിണക്കവുമാണ് എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി. എന്നോട് പുച്ഛം കാണിക്കുക, എന്നോട് നീരസം കാണിക്കുക, അതുപോലെ എന്നോടും പിണങ്ങുക. ആരാണ് ഈ പറയണത്? അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ശരിക്കും സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം. നിത്യമായിട്ട് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരെണ്ണം, അല്ലെങ്കിൽ അതിലപ്പുറം നമ്മൾ ഡെയിലി പതിവാക്കണം. അതിലൂടെ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത പല ഫലങ്ങളും ഗുണങ്ങളും ലഭിക്കാൻ കഴിയും, നേടാൻ കഴിയും എന്നതിൽ യാതൊരു ഡൗട്ടുമില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. എന്താണെങ്കിലും ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മൾ കാരണം ഒരാൾ സ്വലാത്ത് പതിവാക്കുകയാണെങ്കിൽ പടച്ച റബ്ബ് അതിൻ്റെ ഒരു മിസ്രി സവാബ് നമുക്കും തരൂലേ? അതുകൊണ്ട് ഇതൊരിക്കലും ഷെയർ ചെയ്യാൻ മറക്കരുത്. വഫഖനല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.